ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്ന ഗൈസ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ക്രോഷ്യ എന്താ ചെയ്യാത്തതെന്ന്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ലൂപ്പ് വേണം, യാണ് വേണം, സിസേഴ്സ് വേണം, 3 കാര്യങ്ങളാണ്. പക്ഷെ ഫസ്റ്റ് എന്തായാലും സ്റ്റിച്ച് പഠിക്കണം, എന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെ സ്റ്റിച്ച് പഠിക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇഷ്ടമുള്ള ഭാഗം ഇങ്ങനെ ആക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ ആക്കിയിട്ട് ഇത് കണ്ട കെട്ടുന്നില്ല, അതേപോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോ 1 സ്റ്റിച്ച് ഒന്നുകൂടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഫസ്റ്റ് വേറെ ആളെ പറയാം. ഫസ്റ്റ് ഈ ഭാഗത്തില്ല നോക്കാം, എടുത്തിട്ട് ഇവിടുന്ന് ഫസ്റ്റ് ഈ ഒരു ഭാഗമില്ല, ഈ ഒരു ഭാഗത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ മതി ഗൈസ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഗൈസ്, ഭയങ്കര പാടാണ് ഗൈസ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഗൈസ്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഗൈസ്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഗൈസ്. ഇപ്പം ഇങ്ങനെ ചെയ്തേ ഉള്ളൂ, ചെയ്തങ്ങനെ പോട്ടെ. ഒന്നാമത്തെ സ്റ്റിച്ച് ഒന്നും കൂടി ഇതെടുത്തിട്ട് ഇങ്ങനെ താഴ്ത്തണം, ഒന്നും കൂടി ഇതെടുത്തിട്ട് ഇങ്ങനെ താഴ്പ്പുക, ഒന്നും കൂടി എടുത്തിട്ട് താഴ്പ്പുക, ഒന്നും കൂടി എടുത്തിട്ട് താഴ്പ്പുക. അത് എനിക്ക് ബോവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നോക്കിക്കോ, എത്ര വേണമെങ്കിലും ആക്കാം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം ഗൈസ്. കുറേ സ്റ്റിച്ചസ് വേണം ചെയ്യാം. സ്റ്റിച്ച് പഠിച്ചാലേ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയും. അപ്പോൾ ക്രോഷ്യ അങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് എന്താ സ്റ്റിച്ചസ് ചെയ്യാനുള്ള. എനിക്ക് കുഞ്ഞു പോകാനൊന്നുമാവില്ല ഗൈസ്, കുറച്ച് വലിയ പോവാം. എന്നുവെച്ചാൽ ഒരു 60-70 സ്റ്റിച്ചസ് എല്ലാം വേണം ഗൈസ് നമ്മൾ ചെയ്യുന്നത് ഗൈസ്. സ്പീഡ് കൂട്ടിയാൽ നല്ല ആവും ചെയ്യും. ഇതാ ഇത്രത്തോളം എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒന്നും കൂടി കുറച്ച് ചെയ്യാനുണ്ട് ഗൈസ്. പണിയൊന്നുമില്ല ഗൈസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താഴത്ത് ഇത് മുറിച്ചാണ് ഗൈസ്. എത്രക്ക് വറക്കാൻ ഞാൻ ഫസ്റ്റ് തന്നെ യൂട്യൂബ് നോക്കി ചെയ്തില്ല. ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ പഠിച്ചത്. പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് റബ്ബർ സ്റ്റിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ അതെല്ലാം മാറ്റ് തുടങ്ങാനാണ്, പാറ്റേൺ തുടങ്ങാനാണ്. ഇങ്ങനെയാണ് കേട്ടോ. നമുക്കിപ്പോൾ ബോ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് പാടാണ് ഡബിൾ ക്രോഷ്യ പഠിച്ചത്. ഡബിൾ ക്രോഷ്യ നമുക്ക് കഴിഞ്ഞ ഇതിൽ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യാം ഗൈസ്. ഇപ്പം വണ്ടീൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്, ആരും അത് മെയിൻഡാക്കണ്ട ഗൈസ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനത്തെ ഇത് പഠിച്ചോ. ഇങ്ങനെ ആക്കി 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 ഇങ്ങനെയാണല്ലോ ഗൈസ്. ഇത് കുറച്ച് ഭാഗം ചെയ്ത് ഇത്ര മതി ഗൈസ്. നമുക്കിങ്ങനെ പോകണ്ട. ഫസ്റ്റ് ഇത് നല്ലോണം മുറക്കേറ്റ് കെട്ടണം ഗൈസ്. ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന ഗൈസ്. ഇങ്ങനെ ചെയ്യണം. ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഈ 2 ഭാഗത്തു നിന്ന് ലൂപ്പ് അതൊക്കെ ഒന്നിങ്ങനെ ആക്കാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇതായത് ഇങ്ങനെ ഡബിൾ ക്രോഷ്യ തൽക്കാലത്തേക്ക്
ഇപ്പോൾ ഡബിൾ ക്രോഷ് ചെയ്യുന്നില്ല, കുറച്ച് പാട്. ഞാൻ ഡബിൾ ക്രോഷ് പഠിച്ച കുറച്ച് പാടെടുത്തിന് ഗൈസ്. എങ്ങനെയെങ്കിലും ഗൈസ് എനിക്കിന്നിങ്ങനെ ബോവാക്കണ്ടേ നോക്കണ്ട. കത്ര എടുത്തിട്ട് അതിൻ്റെ മോറിൽ കൊടുക്കുന്നുണ്ട് ഗൈസ്. അതാ ഈ ഒരു പാറ്റേൺ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് കെട്ടാന്ന് അറിയില്ല, കെട്ടാത്ത ഒരു പണിയാണ്. ഈ ഭാഗത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആക്കാം. ചെയ്ത് പറയാം ഇങ്ങനെ ആക്കാം ഗൈസ്. പലതരം സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. 6 മിനിറ്റ് ഉണ്ടാവും. നമ്മളെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാ നമ്മളെ പിന്നെയും പൂ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത പാറ്റേൺ പഠിക്കാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ തൊട്ടമിട്ടുണ്ടെങ്കിൽ മത്താൻ കൊടുക്കുന്നുണ്ട്. അപ്പം ബൈ ബൈ.